ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പിയായി വന്നിരിക്കുന്നത് ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ട റെസിപ്പിയാണ്. അതിലേക്ക് ഒരു 250, ഈ ഗ്ലാസ്സിൽ 250 ഗ്രാം അരിയാണ് കൊള്ളുക. അത് അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടണം. അപ്പം അതിലേക്ക് പിന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് ചോറ് അതും ഇടണം. ചോറ് എടുക്കണ ആ വീഡിയോ അത് കട്ടായി പോയി അവിടെ. അപ്പോൾ ആ ചോറ് ഇട്ടു. പിന്നെ അതിൽ ഒരു 1/2 ഗ്ലാസ് നാളികേരം ചിരകിയത്, പിന്നെ കൂടെ 3 ഏലക്കായ, ഒരു 1/2 ടീസ്പൂണ് ജീരകം, എല്ലാം കൂടി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഒപ്പം തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഒരു 2 ശർക്കര, 2 ബെല്ലം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അത് ഈ ഒരു ഗ്ലാസ് അരിയിലേക്ക് നല്ല മധുരം ഉണ്ടാവും. ഒരു മീഡിയം മധുരത്തിൽ കഴിക്കാൻ പറ്റും. ഇതിന് നല്ല കൂടുതൽ മധുരമായ ടേസ്റ്റ് കുറയും. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് പിന്നെ 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അങ്ങനെ അത് ശർക്കര നന്നായിട്ട് ഉരുകിയത് തിളച്ച ശർക്കര തന്നെ ഇതിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കണം. അപ്പോൾ അത് ശർക്കര ഉരുകിയെടുത്തു. അത് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അരിച്ചൊഴിക്കുക. പിന്നെ ഇത് ഒപ്പം തന്നെ വേഗം ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ആ ശർക്കര വീണ ഭാഗം അത് ഉണ്ടായിട്ടിരിക്കും. അതാവാണ്ടിരിക്കാൻ വേണ്ടി കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ അതിനൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. അത് നേരിട്ട് മാവിലേക്ക് ഇടാൻ പാടില്ല. അത് അവിടെ ഇവിടെ ഉണ്ട പിടിച്ചിട്ട് കിടക്കുള്ളൂ. വെള്ളമാകുമ്പോൾ അത് വീർത്ത് വരും. അപ്പോൾ ആ സാധനം അത് അങ്ങനെ ഉണ്ടായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ അതിന് പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയിട്ട് വേണം ഈ മാവിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നാളികേരം ഉള്ളിയും കൂടി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നാളികേരം എന്ന് വെച്ചാൽ വലിയൊരു റൗണ്ട്, നല്ല റൗണ്ട് 2 റൗണ്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, കുത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കിയിട്ട് മാവിലേക്ക് ഒഴിക്കാം. അത് മാവ് നന്നായി കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ മാവിലൊഴിക്കാം. പിന്നെ നാളികേരം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂത്ത് കോരിയെടുത്തു. പിന്നെ ഉള്ളി മൂപ്പിക്കാൻ വയ്ക്കുക. അതൊരു 6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും മൂപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങനെ മൂപ്പിച്ച് കോരിയിട്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതും ആ വെളിച്ചെണ്ണയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം മാവ് ഒഴിക്കാനായിട്ട്. നല്ല ചൂടുള്ളതിൽ ഒഴിച്ചിട്ട് അത് ഒരു 2 മിനിറ്റോളം ആ ചൂടിൽ തന്നെ കുക്കർ വെക്കണം. കുക്കറിൻ്റെ വെയിറ്റ് ഊരിയെടുത്തിട്ട് ഫുള്ള് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ അടച്ച് വയ്ക്കാം. പിന്നീട് 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ചെറിയ ചൂടിലിടാം. ലോവിലിട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ അപ്പോൾ അത് കുക്കറിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ മൂടി വെയിറ്റ് എടുത്തിട്ട് അത് അടച്ച് വയ്ക്കാം. നാളികേരം ഉള്ളി മൂപ്പിച്ചതും അതിൻ്റെ മീതെ വെതറിയിടാം. അത് മാവ് ഒഴിച്ചിട്ട് വെതറിയാൽ മതി, അല്ലെങ്കിൽ ഒക്കെ അടിയിൽ പോവുള്ളൂ. അപ്പോൾ ആ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ വെതറി കൊടുത്താൽ മതി. അപ്പോൾ ഇനി അങ്ങനെ മൂടിയിടാം. കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറേ കൊല്ലങ്ങൾ മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടതാണ് ഈ കലത്തപ്പം ഉണ്ടാക്കണത്. അന്ന് അത് നോക്കിയിട്ടുണ്ടാക്കി ഞാൻ കുറേ പ്രാവശ്യം ചെയ്തു. അടിയിൽ കരിഞ്ഞ് പിടിക്കുമായിരുന്നു. ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ആരൊക്കെ ഉണ്ട്.
പക്ഷേ അടി നല്ല പോലെ കരിയുണ്ട്. അത് 20 മിനിറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ. അപ്പോൾ അത് വെച്ചിട്ട് 20 മിനിറ്റ് വെച്ച് നോക്കി വരുമ്പോഴേക്കും അടിയിൽ നല്ലപോലെ പിടിക്കും. അപ്പോൾ അങ്ങനെയായിട്ട് പിന്നെ ഞാൻ പിന്നെ അത് നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ വീണ്ടും ചെയ്ത് നോക്കി. ചെയ്ത് സമയം കുറച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അടി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടി നല്ല കട്ടിയുള്ള കുക്കറാണെങ്കിൽ അടിയിൽ തീരെ പിടിക്കില്ല. ഇതിപ്പോൾ അടി കട്ടി കുറവാണ് എൻ്റെ കുക്കറിൽ. അപ്പോൾ കുറേശ്ശെ പിടിച്ചിട്ടുണ്ട്. അടി കുറേശ്ശെ കളർ വന്നിട്ടുണ്ട്. 10 മിനിറ്റിൽ തന്നെ അതൊരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ആവി സൈഡ് കൂടെ പോയി കുക്കറിൻ്റെ. അപ്പോൾ വീണ്ടും സമയം വൈകിയതാണ്. അപ്പോൾ ഒരു 8 മിനിറ്റിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓണക്കാലമായിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണിത്. ആർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നല്ല ഞാൻ ഉണ്ടാക്കിയത് ഇത് കട്ട് ചെയ്തു. അപ്പോൾ നല്ല പോലെ ഉണ്ട്. നല്ല സോഫ്റ്റായിട്ട് ആരോട് കൂടിയിട്ടാണ്. അത് എത്രത്തോളം വീർക്കുന്നുണ്ട് അതാണ് ഈ വീർത്ത് വരുന്നത്. അടിയിൽ നിന്ന് വീർത്ത് വരുമ്പോൾ അത് അറ്റം വരെ എത്തുമ്പോൾ ആ ഒരു ഹോള് നിറച്ച് ഹോളായിട്ട് നിൽക്കുമ്പോൾ അതാണ് ആരായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വീർത്തുണ്ട്, ആരായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കുറച്ചും കൂടി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടിയും ശരിക്കും മുറിക്കാൻ പറ്റും. ഞാൻ അധികം ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ അത് മുറിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു പൊടിയാണ് അത് വരുന്നത്. നല്ലപോലെ ശരിക്കും മുറിച്ചാൽ ശരിക്കും വരും. നല്ല ചൂട്ടോടെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും മുറിക്കാൻ സൗകര്യമാണ്. നല്ല പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ.